നീറ്റ് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, എന്താണ് പാർലമെന്റിൽ സംഭവിച്ചത്? വിജയ്, 11 മണിക്ക് സഭ ചേർന്ന ഉടൻ തന്നെ നീറ്റ് വിഷയം സഭയിൽ ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ ബഹളം ഉടൻ ആരംഭിക്കുകയും ചെയ്തു. പ്രതിപക്ഷ ബഹളം തുടർന്നതോടുകൂടി തന്നെ സഭ നിർത്തിവെക്കാൻ സ്പീക്കർ തയ്യാറായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 24 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. രാജ്യത്തെ യുവാക്കളുടെ ഭാവി പന്താടുന്ന വിഷയമാണ്. അതുകൊണ്ട് പാർലമെന്റിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിക്കാണ് പരീക്ഷയുടെ ചോദ്യപേപ്പർ അച്ചടിക്കാൻ വർഷങ്ങളായി കരാർ നൽകുന്നത്. ഈ കമ്പനിക്ക് BJPയുമായി അടുത്ത ബന്ധമാണുള്ളത്. ഉത്തർപ്രദേശ് സർക്കാർ അടക്കം കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയാണിത്. എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് കരാർ നൽകിയത് എന്നൊരു ചോദ്യം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് പിന്നാലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പ്രതിപക്ഷ ബഹളം ആരംഭിക്കുകയായിരുന്നു. 12 മണിവരെ സഭ നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിച്ചു. 12 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തിൻ്റെ ബഹളം ആരംഭിച്ചു. തുടർന്ന് തിങ്കളാഴ്ച വരെ സഭ പിരിയാനുള്ള തീരുമാനം അല്പസമയം മുമ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച വരെ സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി 1-ാം തീയതി ജൂലൈ 1 തിങ്കളാഴ്ചയാണ് സഭ ആരംഭിക്കുക. രാജ്യസഭയിലും സമാനമായ പ്രതിപക്ഷത്തിൻ്റെ ബഹളം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് രാജ്യസഭയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇരുസഭകളിലും പ്രതിപക്ഷത്തിൻ്റെ ബഹളം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷത്തിൻ്റെ ബഹളം രൂക്ഷമായതോടുകൂടി സഭ പ്രക്ഷുബ്ധമാകുകയും സഭ നിർത്തിവെക്കാൻ സ്പീക്കർ നിർബന്ധിതമാകുകയും ചെയ്തു. തുടർന്ന് 12 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം വിഷയത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ബഹളം കാരണം സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഭ 1-ാം തീയതി വരെ ജൂലൈ 1 വരെ നിർത്തിവെക്കാൻ സ്പീക്കർ ഉത്തരവിടുകയായിരുന്നു. വീണ്ടും ഇനി 1-നാണ് സഭ ചേരുക. എന്തായാലും ഈ വിഷയത്തിൽ ഈ ലോക്സഭ 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. വീണ്ടും സഭ ചേരുന്ന ജൂലൈ 1-നും വിഷയം സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഈ വിഷയത്തിൽ സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കൂടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. 2 പ്രതികളെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ CBI സംഘം വിശദമായി കസ്റ്റഡിയിൽ നിന്ന് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ പ്രതികൾ ഈ കേസിനകത്തുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ടാണ് ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സഭയിൽ ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകാത്തതെന്ന ആരോപണം നേരത്തെ തന്നെ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വിഷയവുമായി ബന്ധപ്പെട്ട തെരുവിൽ രാജ്യമെമ്പാടും സമരം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അതോടൊപ്പമാണ് ഇന്ന് 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഈ വിഷയം ഉയർത്തിക്കാണിച്ച വലിയ ബഹളത്തിന് സഭ സാക്ഷിയായത്. ഫിജി. ശരി നിതിൻ.